भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഏകാദശ സ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഇന്ന് ഈ അക്ഷരപൂജയുടെ 825-ാമത്തെ ദിവസമാണ്. ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ വാനപ്രസ്ഥൻ്റെ 3-ാമത്തെ ആ ആശ്രമം ആയിരിക്കുന്ന വാനപ്രസ്ഥൻ്റെ രീതികളെക്കുറിച്ച് അവിടെ ഏതാ പറയുന്നു. തൃതീയം ഭാഗമായുഷ, ആയുസ്സിൻ്റെ 3-ാമത്തെ ഭാഗം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കേട്ടത്. യസ്ത്വേതൽ കൃച്ഛ്രതശ്ചീർണം തപോ നിശ്രേയസം മഹൽ കാമായാൽപീയസേയുഞ്ജ്യാൽ ബാലിശ കോപരസ്തത. കൃച്ഛ്രത പ്രയാസപ്പെട്ട്, ചീർണം സമ്പാദിച്ചതും, മഹത്ത് നിശ്രേയസം ശ്രേഷ്ഠമായ മോക്ഷത്തെ നൽകുന്നതുമായ ഏതത് തപഃ ഈ തപസ്സിനെ അൽപീയസേ കാമായ നിസാരമായ വിഷയസുഖത്തിനായി യാ യുഞ്ജാത് ആരാണോ ഉപയോഗിക്കുന്നത് തഥാ പര ക ബാലിശഃ അവനേക്കാൾ മീതെ മൂഢനായിട്ട് വിഡ്ഢിയായിട്ട് മറ്റാരാണ് ഉള്ളത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ തപസ് ചെയ്യണത്. ഈ തപസ്സിൻ്റെ ഫലമായി നാശമില്ലാത്ത അനശ്വരമായിരിക്കുന്ന മോക്ഷസുഖം അനുഭവിക്കുന്നതിന് പകരം ഈ തപസ്സിദ്ധി കൊണ്ട് കേവലം നശ്വരങ്ങളായ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആഗ്രഹം വെച്ച് പുലർത്തുക, അത്തരത്തിലുള്ള വരങ്ങൾ വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ അല്ലെങ്കിൽ അവനേക്കാൾ അറിവില്ലാത്തവൻ വേറെ ആരാ ഉള്ളത് എന്നാണ്. കാരണം എല്ലാവർക്കും പ്രാർത്ഥനയില്ലാതെ തന്നെ കിട്ടുന്നതാണ് ഈ വിഷയസുഖങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇത് ഇത്ര കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് നേടേണ്ടതല്ല. അങ്ങനെ ചെയ്താൽ അത് വലിയ വിഡ്ഢിത്തമാണ്, അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്.
നാശരഹിതമായി ദുഃഖത്തിൻ്റെ സ്പർശമില്ലാത്ത നിത്യാനന്ദം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് കിട്ടാൻ തപസ് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെടണം. എന്നാൽ കഷ്ടപ്പെട്ട് അത് കിട്ടുമെന്നിരിക്കെ അതിൻ്റെ പിന്നാലെ പോകാതെ മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്നത്, ഇപ്പം സകാമകർമ്മം ചെയ്യുന്നവരെ അതിൽ നിന്ന് അകറ്റാൻ വേണ്ടിയും ആണ് മോക്ഷം പ്രാപിക്കാൻ തപസ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കാനുമാണ് ഭഗവാൻ ഇത്തരത്തിൽ ഉദ്ധവനോട് പറഞ്ഞത്. യദാസൗ നിയമേ കൽപ്പോ ജരയാ ജാതവേപധൂ ആത്മന്യഗ്നിം സമാരോപ്യ മച്ചിത്തോഗ്നിം സമാവിശേൽ. ജരയാ ജാതവേപധൂ, ജര കൊണ്ട് വിറയിലുണ്ടായിരിക്കുന്ന അസൗ ഇവൻ, നിയമേ അകൽപഹ നിത്യകർമ്മത്തിൽ സാമർഥ്യമില്ലാത്തവൻ ആണ് എങ്കിൽ, യതി ആത്മനി അഗ്നി ആ ഹൃദയത്തിൽ ആഹമനീയാദ്യ അഗ്നികളെ സമാരോപ്യ വേണ്ടതുപോലെ ചേർത്തിട്ട്, മച്ചിത്തഹ എന്നിൽ മനസ്സുവെച്ച് അഗ്നിം സമാവിശേൽ അഗ്നിയെ പ്രവേശിക്കണം. നമുക്ക് 75 വയസ്സായാൽ ദൃഢവൈരാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലും സന്യസിക്കാം എന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ് സ്വധർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കാൻ ശക്തിയില്ലാതെ വന്നാൽ, ജര കൊണ്ട് ദേഹം വിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്വധർമ്മം ചെയ്യാണ് വേണ്ടത്, പക്ഷെ അത് ചെയ്യാനുള്ള ശക്തിയില്ല. അപ്പം ജീവിച്ചിരിക്കുന്നത് വലിയ കഷ്ടമാണ്. ശരീരം ത്യജിക്കാൻ വഴി നോക്കണം. അതിന് അഗ്നിയിൽ പ്രവേശിച്ചു മരിക്കുന്നത് ഒരു മാർഗമാണ്. അതെങ്ങനെ? ജീവനോടുകൂടി അഗ്നിയിൽ പ്രവേശിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്. ആ ഉള്ളിലുള്ള അഗ്നി സങ്കല്പ സാമർഥ്യം കൊണ്ട് ആഹവനീയാഗ്നികളെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് ജ്വലിപ്പിക്കുക. പിന്നെ ബാഹ്യത്തിൽ ചിത കൂട്ടി കത്തിച്ച് അതിലേക്ക് പ്രവേശിക്കുക. ഈ ധാരണ ഭൂമിയാദി പഞ്ചഭൂതങ്ങളുടെ ധാരണ അഭ്യസിച്ച ആളുകൾക്ക് മനസ്സിലാവുന്ന, അഗ്നിധാരണ പഴകിയിരിക്കുന്നവർക്ക് ഹൃദയത്തിൽ ഇങ്ങനെ അഗ്നി ജ്വലിപ്പിക്കാൻ സാധിക്കും. അപ്പം ചിതാഗ്നിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ചൂട് അനുഭവപ്പെടില്ല അത്രേ. അഗ്നിയിൽ അഗ്നിയും ജലത്തിൽ ജലവും യോജിക്കുമ്പോൾ രണ്ടും ഒന്നായിട്ട് തീരും ഇല്ലേ? ഇതേപോലെ യോഗി ധാരണാസാമർഥ്യം കൊണ്ട് അഗ്നിസ്വരൂപനായിട്ട് തീർന്ന് ബാഹ്യശരീരത്തെ അഗ്നിയിലേക്ക് ചേർത്ത് വെച്ചാൽ ഒരിക്കലും ആ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അപ്പം യോഗിയെ ഉദ്ദേശിച്ചിട്ടുള്ള വിധിയാണത്. ഇത് സാധാരണ ആളുകൾക്ക് പറഞ്ഞേക്കണതല്ല. ഞാൻ ഉള്ളിൽ അഗ്നിയെ ജ്വലിപ്പിച്ചു എന്ന് വിചാരിച്ച് അഗ്നിയിലേക്ക് എടുത്ത് ചാടിയാൽ നമ്മുടെ ദേഹം വെന്ത് വല്ലാത്ത വേദന അനുഭവിക്കേണ്ടി വരും. യോഗികൾക്ക് ഇതൊക്കെ സാധിക്കുള്ളൂ. യോഗികളുടെ രീതിയുമാണ് പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, യഥാ കർമ്മവിപാകേഷു ലോകേഷു നിരയാത്മസു വിരാഗോ ജായതേ സമ്യക് ന്യസ്താഗ്നി പ്രവ്രജേത്തത. കർമ്മവിപാകേഷു കർമ്മത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നിരയാത്മസു നരകതുല്യങ്ങളായിരിക്കുന്ന ലോകേഷു ലോകങ്ങളിൽ സമ്യക് വിരാഗ ഏറ്റവും വിരാഗം ആഗ്രഹമില്ലാത്ത അവസ്ഥ യഥാ ജായത്തെ എപ്പോഴാണോ ഉണ്ടാവുന്നത് തഥാ അപ്പോൾ തന്നെ ന്യസ്താഗ്നി അഗ്നിഹോത്രത്തെ ഉപേക്ഷിച്ച് പ്രവ്രജേൽ സന്യസിക്കണം എന്ന് പറയുന്നു. വിരക്തനായാൽ എന്താണ് ചെയ്യേണ്ടത്? ഏതാശ്രമത്തിലിരിക്കുന്നവനാണെങ്കിലും കുഴപ്പമില്ല. പുണ്യലോകങ്ങളെന്ന് വിചാരിക്കുന്ന ഏതൊരു ലോകത്തിലും പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹം തീരെയില്ലാതെ വരുമ്പോൾ, നിസ്സംഗനാവുകയും നിഷ്കാമനായി മാറുകയും ചെയ്യുമ്പോൾ അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങൾ പോലും ഉപേക്ഷിച്ച് സന്യസിക്കണം എന്നാണ്. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം എന്താ? സ്വർഗാദി ലോകങ്ങൾ. വിരക്തി വരാത്ത സമയത്ത് അത് സുഖമാണെന്ന് തോന്നും. പക്ഷെ വിരക്തി വന്ന ആളുകൾക്ക് എല്ലാം ഒരുപോലെ അല്ലേ? ഈ രുചി അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ ഇതിന് മധുരം, അല്ലെങ്കിൽ കയ്പ്, അതല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള വിചാരങ്ങൾ നമുക്കുണ്ടാവണത്. എന്നാൽ ഒരാളുടെ നാവിന് രുചിയില്ലാത്ത അവസ്ഥ വന്നാൽ വളരെ വിശേഷമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഭോജ്യം കൊടുത്താലും അയാൾക്കത് അനുഭവിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവില്ല. ഇതേപോലെ സ്വർഗാദി സുഖങ്ങൾ പോലും അയാൾക്ക് ആനന്ദത്തിന് കാരണമാവില്ല. അയാൾക്കത് നരക തുല്യമായിട്ട് തീരും വിരക്തി വന്ന ആൾക്ക്. അതുകൊണ്ട് ദുഃഖരഹിതമായ ഏകാനന്ദം, നിത്യാനന്ദം, അങ്ങനെ
അനുഭവിക്കാൻ അർഹനായി കഴിഞ്ഞു അയാൾ. അങ്ങനെ വരുമ്പോൾ മറ്റ് കർമ്മങ്ങൾ ആവശ്യമില്ലാത്തത് കൊണ്ട് വൈരാഗ്യം വരുമ്പോൾ തന്നെ സന്യസിക്കണം. യദഹരേവ വിരജേ തദഹരേവ പ്രവ്രജേൽ എന്നാണ്. ഏത് സമയത്താണോ നമുക്ക് വിരക്തി ഉണ്ടാവുന്ന അപ്പം തന്നെ പൊക്കോളണം എന്നാണ്. അതുകൊണ്ട് വിരക്തി ഇല്ലാത്തവർക്കും വിരക്തി ജനിപ്പിക്കുകയാണ് യാഗാദി കർമ്മങ്ങളുടെ പ്രയോജനം എന്ന് വരുന്നു. വിരക്തൻ ആ കർമ്മങ്ങൾ തീരെ ഉപേക്ഷിക്കേണ്ടതാണ്. വിരക്തിയില്ലാത്തവൻ പതിയെ 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 കർമ്മങ്ങൾ ചെയ്ത് കർമ്മ വിശുദ്ധിയും പിന്നീട് കർമ്മ വിമുക്തിയും ഉണ്ടാവണം. ഇഷ്ട്വാ യഥോപദേശം മാം ദത്വാ സർവസ്വമൃത്വിജേ അഗ്നീൻ സ്വപ്രാണ ആവേശ്യ നിരപേക്ഷ പരിവ്രജേൽ. പിന്നെ പറഞ്ഞു നിരപേക്ഷ, ഒന്നിലും അപേക്ഷയില്ലാത്തവൻ, ഒന്നിലും ആഗ്രഹമില്ലാത്തവൻ. യഥോപദേശം മാം ഇഷ്ട്വ, ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് എന്നെ യജിച്ചിട്ട് സർവസ്വം ഋത്വിജേ ദത്വ, തനിക്കുള്ള സകലതും ഋത്വിക്കുകൾക്ക് നൽകിയിട്ട് സ്വപ്രാണേ അഗ്നീൻ ആവേശ്യ, തൻ്റെ പ്രാണനിൽ അഗ്നികളെ ആവേശിപ്പിച്ചിട്ട് പരിവ്രജയിൽ സന്യസിക്കണം. വാനപ്രസ്ഥയിൽ നിന്നും ഇനി സന്യാസിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്നിലും ആഗ്രഹമില്ലാതെ സന്യാസം സ്വീകരിക്കുമ്പോൾ എന്ത് വേണം? ഗുരുപദേശപ്രകാരം പ്രാജാപത്യം തുടങ്ങിയ യാഗങ്ങൾ നടത്തി ഭഗവാനെ യജിക്കുക. എന്നിട്ടോ ആ യജ്ഞത്തിൻ്റെ അവസാനത്തിൽ സകലതും ഋത്വിക്കുകൾക്കായിട്ട് ദാനം ചെയ്യുക. പ്രാണനിൽ അഗ്നികളെ ആരോപിച്ച് എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്ന സന്യാസത്തെ സ്വീകരിക്കുക. പക്ഷേ പല സന്യാസിമാരും അങ്ങനെയല്ല. കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോണു. തൻ്റെ ആശ്രമം അല്ലെങ്കിൽ തൻ്റെ ചിന്തകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശിഷ്യസമ്പത്ത് വേണം തോന്നുന്നു, ധനം വേണം തോന്നുന്നു, വലിയ ഉന്നത ശ്രേണിയിലുള്ള ജീവിതം വേണം തോന്നുന്നു. അവരൊക്കെ സന്യസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, സന്യാസിയായിട്ടില്ല. എല്ലാം ഉപേക്ഷിക്കുന്നവനാണ് സന്യാസി. ഇവിടെ എല്ലാം പിടിച്ചടക്കുന്നു, എന്നിട്ട് സന്യാസി എന്ന് പേരും. വിപ്രസ്യ വൈ സന്യസതോ ദേവാ ദാരാതിരൂപിണ വിഘ്നാങ്കുർവന്ധ്യയം ഹ്യസ്മാനാക്രമ്യ സമിയാത് പരം. സന്യസതഃ വിപ്രസ്യ, സന്യസിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണന് ദേവാഹ, ദേവന്മാർ, ദാരാതിരൂപിണ അയം അസ്മാൻ ആക്രമ്യ, ഭാര്യാദിസ്വരൂപന്മാരായിട്ട് ഇവൻ നമ്മളെ ആക്രമിച്ചിട്ട് പരം സമിയാൽ പരമപദത്തെ പ്രാപിക്കുമെന്ന് വിചാരിച്ച് വിഘ്നാൻ കുറുവന്തി, പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കും. സന്യസിക്കണം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും അതിന് നിരവധി വിഘ്നങ്ങളുണ്ടാകും. അതൊന്നും ശ്രദ്ധിക്കരുത് എന്നാണ്. തടസ്സങ്ങൾ ഉണ്ടാവട്ടെ, ആ തടസ്സങ്ങളെ തട്ടിമാറ്റി സന്യസിക്കാൻ തീരുമാനിച്ച് സന്യസിക്കണം. ദേവന്മാർ വരെ നമ്മളെ ഇതിന് തടസ്സപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതാണ്. കാരണം ഇയാൾ സന്യസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനത്തിന് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് തോന്നുകയാണ്. യാഗാദി കർമ്മങ്ങൾ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മുടെ സ്വർഗത്തിലേക്ക് വരാനല്ല ഇവൻ്റെ ആഗ്രഹം. അതിൽ നിന്നും ഉത്കൃഷ്ടമായ എന്തിലേക്ക് പോകാനാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഭാര്യ, മക്കള്, ധനം തുടങ്ങിയവ വഴി ദേവന്മാര് നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുനരാവൃത്തിരഹിതമായ മോക്ഷത്തിലേക്ക്, ആ പരമപദം പ്രാപിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ദേവന്മാർക്ക് ഈർഷ്യയുണ്ടാവും, കുറേശ്ശെ അസൂയുണ്ടാവും. അപ്പോൾ ദിവ്യന്മാരായി ചിത്താധിസ്ഥാനങ്ങളുടെ അധിപന്മാരായിരിക്കുന്ന അവര്, ഭാര്യ, മക്കള്, ഇങ്ങനെ ഇവരിലൂടെ അവരുടെ ഉള്ളിലേക്ക് കയറി അവരുടെ സങ്കല്പത്തെ മാറ്റി അവരെ കൊണ്ട് ഈ സന്യാസത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും. അങ്ങനെ സന്യാസയാത്ര മുടക്കാൻ പ്രേരിപ്പിക്കും. ഇപ്പം തൽക്കാലം അവരെ ഉപേക്ഷിച്ചു പോവുകയാണ് അല്ലേ. അങ്ങനെ സമയത്ത് ഭാര്യയും മക്കളൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് കരയും. ഇനി ഞങ്ങൾക്ക് ആരാളുള്ളത് എന്നൊക്കെ ചോദിക്കും. ഇതിലൊക്കെ ഇത്തരത്തിലുള്ള ചപല പ്രവൃത്തികൾ കണ്ട് മനസ്സ് ചഞ്ചലമായി കഴിഞ്ഞാൽ സന്യാസത്തിന് പോകാൻ സാധിക്കില്ല. അപ്പം അതിനെപ്പോലും തൃണവൽഗണിച്ച് പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് താൻ തീരുമാനിച്ച ആ നിശ്ചയത്തിൽ നിന്ന്, ആ ദൃഢനിശ്ചയത്തിൽ നിന്ന് കടുകിട പോലും പിന്മാറാതെ പ്രവർത്തിക്കണം എന്നാണ്. ബിഭ്രിയാച്ചേൻ മുനിർവാസ
കൗപീനാച്ഛാദനം പരം ത്യക്തം ന ദണ്ഡപാത്രാഭ്യാമന്യൽ കിഞ്ചിദനാപതി മുനി വാസഹ ബിഭ്രിയാൾച്ചേൽ. ഇനി ഈ സന്യാസി ഒരു വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ കൗബീനാച്ഛാദനം പരം, കൗബീനം മാത്രം ധരിക്കാൻ പാടുള്ളൂ. ദണ്ഡപാത്രാഭ്യാം ത്യക്തം, ദണ്ഡപാത്രങ്ങളല്ലാതെ അന്യത് അനാപതി സ്വീകരിക്കരുത്. ആപത്തിലകപ്പെടാതിരിക്കുമ്പോൾ സ്വീകരിക്കരുത്. ആപത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ വേണ്ടി വരുന്നതാണ്. കൗബീനം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. ഇനി വസ്ത്രം ധരിച്ചാൽ ആ കൗബീനത്തെ മറയ്ക്കാൻ പാകത്തിന് ഒരു വസ്ത്രം കൂടിയാവാം. കയ്യിൽ ഒരു ദണ്ടും, യോഗദണ്ട്, പിന്നെ ഭിക്ഷാപാത്രം, വേറൊന്നും പാടില്ല. ഇനി ശക്തിയില്ലാതെയായി, രോഗം വന്നു, കാലം കഴിക്കണം, ആ സമയത്ത് വേണമെങ്കിൽ ശരീരരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളതൊക്കെ വേണമെങ്കിൽ ആവാം. സാധാരണ രീതിയിൽ ഇതൊന്നും പാടില്ല, മറ്റു കാര്യങ്ങളൊന്നും പാടില്ല എന്ന് ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുന്നു. ദൃഷ്ടിപൂതം ന്യസേൽപാദം വസ്ത്രപൂതം പിപേജ്ജലം സത്യപൂതാം വദേദ്വാചം മനഃപൂതം സമാചരേൽ. ദൃഷ്ടിപൂതം, ആ നോട്ടം കൊണ്ട് പരിശുദ്ധമായി വരത്തക്ക വിധം പാദം ന്യസേൽ, കാലടിയെ വെക്കണമെന്നാണ്. സഞ്ചരിക്കുമ്പോൾ കണ്ണുകൊണ്ട് സൂക്ഷിച്ചു നോക്കണം. തൻ്റെ പാദം സ്പർശം കൊണ്ട് ആർക്കെങ്കിലും ദോഷം ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ. പിന്നെയോ ജലം വസ്ത്രപൂതം പിബേൽ, വെള്ളം വസ്ത്രം കൊണ്ട് ശുദ്ധി ചെയ്തിട്ട് വേണം കഴിക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താ, വസ്ത്രം കൊണ്ട് അരിച്ച് അതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കാൻ. സത്യപൂതാം വദേദ്വാചം, സത്യം കൊണ്ട് വാക്കിനെ ശുദ്ധമാക്കിയിട്ട് വേണം പറയാൻ. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. മനഃപൂതം സമാചരേൽ, മനസ്സിന് ദോഷമില്ലെന്ന് തോന്നിയതിനെ ചെയ്യാണ് വേണ്ടത്. സന്യാസി അനുഷ്ഠിക്കേണ്ടുന്ന വ്രതം, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വ്രതം ഏതാ? അഹിംസ. ഒന്നിനെയും ദ്രോഹിക്കരുത്. സഞ്ചരിക്കുമ്പോൾ കണ്ണുകൊണ്ട് നല്ലോണം നോക്കണം. തൻ്റെ ഈ കാലടി വെക്കുന്നത് കൊണ്ട് പോലും ഏതെങ്കിലും ജീവിക്ക് ദോഷം വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട്, കാലടിയുടെ അടിയിൽപ്പെട്ട് എത്രയോ ചെറുകീടങ്ങൾ നശിക്കുന്നുണ്ട് അല്ലേ? സാധാരണ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ സന്യാസി അത് ശ്രദ്ധിക്കണം. പ്രാണികളെ ഉപദ്രവിക്കാത്ത, അനുഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യത്തിൽ ഇത്രത്തോളം ദൃഷ്ടി ചേർത്ത് വെക്കണം. വെള്ളം കുടിക്കുമ്പോൾ അരിച്ചു കഴിക്കണം. സത്യം മാത്രമേ പറയാവൂ. മനസ്സുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം. ദോഷമില്ല എന്ന് ഉറപ്പു വന്നാൽ മാത്രമേ അതിന് ചെയ്യാൻ പാടുള്ളൂ. മൗനാനീഹാനിലായാമ ദണ്ഡാവാഗ്ദേഹ ചേതസാം നഹ്യേതേ യസ്യ സന്ധ്യംഗ വേണുഭിർന ഭവേത്യതി. മൗനാനീഹാനിലായാമ, സംസാരിക്കാതിരിക്കുക, ഇച്ഛാപൂർവം പ്രവർത്തിക്കാതിരിക്കുക, പ്രാണായാമം ചെയ്യുക. എന്ന ദണ്ഡഹ, ദണ്ഡങ്ങൾ, ശിക്ഷകൾ, വാഗ്ദേഹ ചേതസാം, വാക്കിനും ദേഹത്തിനും മനസ്സിനും വേണം. ഏതേ, ഈ ദണ്ഡങ്ങൾ യസ്യ, ഏതൊരുത്തന് ന സന്ധി, ഇല്ലയോ, വേണുഭി യതി നഭവേൽ, മുളകൾ കൊണ്ട് സന്യാസിയായിട്ട് തീരില്ല. എന്താ അവിടെ പറയണത്? ഈ ത്രിദണ്ഡി എന്നാണ് സന്യാസിയെ പറയുക. സന്യാസിക്ക് ത്രിദണ്ഡം വേണം. 3 കമ്പുള്ള ഒരു വടിയാണ് ത്രിദണ്ഡം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല എന്നാണ്. ഇതിനേക്കാൾ അപ്പുറം വാഗ്ദണ്ഡം, ദേഹദണ്ഡം, മനോദണ്ഡം, ഈ 3 തരത്തിലുള്ള ശിക്ഷകളെ അംഗീകരിക്കണം. തോന്നിയതൊക്കെ തോന്നിയ പോലെ പറയുന്നവനാവരുത് സന്യാസി. അതാണ് ആദ്യത്തെ പറഞ്ഞത്, വാഗ്ദണ്ഡം. അത്യാവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കുറച്ച് സംസാരിക്കുക. ഇതിനെയാണ് മൗനം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, മൗനവ്രതം കൊണ്ട് വാക്കിനെ അടക്കുന്നത് ആദ്യത്തെ ദണ്ഡം. ശരീരത്തെ നിലനിർത്തുന്ന ഭക്ഷണാദികൾക്ക് അവശ്യം വേണ്ട വ്യാപാരമല്ലാതെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനോ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ ശരീരത്തെ ഉപയോഗിക്കരുത്. ഇതിന് ദേഹദണ്ഡം.
ഇനി മനസ്സിനെ പ്രാണനിരോധം ചെയ്ത് ഒരേ സ്ഥാനത്തിൽ ആത്മാവിൽ മാത്രം ചേർത്ത് നിർത്തുക, അതിനെയാണ് ആ മനസ്സിൻ്റെ ദണ്ഡം എന്ന് പറയുന്നത്. ഈ 3 ദണ്ഡങ്ങളെ ബലമായി സ്വീകരിച്ചാൽ സന്യാസമാകുന്ന ആശ്രമത്തിൽ നിന്ന് തെറ്റി നമ്മൾ അധപ്പതിക്കില്ല. ഈ 3 കവർച്ചകളുള്ള ഇതിനെ വെറും 3 കമ്പുകളുള്ള മുളവടി എന്ന് ധരിച്ചാൽ അപകടമാണ്. അങ്ങനെയാണെങ്കിൽ 3 കമ്പുള്ള ഒരു വടി മാത്രം കയ്യിൽ പിടിച്ച സന്യാസം അല്ലെങ്കിൽ സന്യാസിയാവില്ലേ? അങ്ങനെ അല്ല എന്ന് ഭഗവാൻ ഉദ്ധവന് വളരെ വിശേഷമായിട്ട് ഉപദേശിച്ചു. ഭിക്ഷാം ചതുർഷു വർണ്ണേഷു വിഗർഹ്യാൻ വർജയംശ്ചരേൽ സപ്താകാരാനസംക്ലിപ്താം സ്തുഷ്യേല്ലബ്ധേന താവതാം. ചതുർഷു വർണ്ണേഷു 4 ജാതികളിലും വിഗർഹ്യാൻ നിന്ദിക്കത്തക്കവരെ വർജയൻ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാം ചരേൽ ഭിക്ഷ എടുക്കണം. അസംക്ലിപ്താൻ സപ്ത അകാരാൻ ഒട്ടും തന്നെ മുമ്പ് തീരുമാനിക്കാത്ത 7 വീടുകളിലെ സഞ്ചരിക്കാൻ പാടുള്ളൂ. താപതാലബ്ധേന അവിടുന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം സന്തോഷിക്കണം. തുഷ്യേത് ബ്രാഹ്മണനിൽ നിന്നും ക്ഷത്രിയയിൽ നിന്നും വൈശ്യയിൽ നിന്നും ശൂദ്രയിൽ നിന്നും ഭിക്ഷ സ്വീകരിക്കാം. എന്നാൽ പതിതന്മാരെ, പാപികൾ, ശാപം നേടിയിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ ഉപേക്ഷിക്കണം. ഇന്ന വീട്ടിലേക്കാണ് പോണത് എന്ന് മുമ്പ് തീരുമാനിക്കാൻ പാടില്ല. നമ്മൾക്ക് കാണുന്ന 7 വീടുകളിൽ ചെന്ന് ഭിക്ഷ സ്വീകരിക്കാം. അതിൽ നിന്ന് എന്ത് കിട്ടണോ അത് അന്നയ്ക്ക് മാത്രം. ഉയർന്ന ജാതിയിൽ നിന്ന് സിദ്ധിക്കാത്തത് കൊണ്ട് മാത്രമേ താണജാതിയിൽ നിന്ന് ഭിക്ഷ സ്വീകരിക്കാവൂ എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നാണ്. കാരണം സന്യാസി വർണ്ണാശ്രമങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് അതിവർണാശ്രമിയാണ്. ഏത് വർണ്ണത്തിലും ആവാം. 7 വീടുകൾ എന്ന് മൂലശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ജാതിഭേദങ്ങളെ സന്യസിച്ച ശേഷവും അനുസ്മരിക്കുന്നു അല്ലെങ്കിൽ അനുസരിക്കുന്നു എന്ന് വരുന്നത് വ്യാഖ്യാനിക്കുന്നത് സന്യാസത്തെ മോശമാക്കും. അപ്പൊ ഭിക്ഷ ജാത്യാദിഭാവമില്ലാതെ ഭിക്ഷ സ്വീകരിക്കുക, ഇതാണ് സന്യാസിക്ക് ഏറ്റവും യോജിച്ചത്. എവിടുന്ന് വേണമെങ്കിൽ സ്വീകരിക്കാമെന്നാണ്. വർണ്ണവിഭാഗം എങ്ങനെയാണ് ഉണ്ടാവണത്? അത് ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ ആത്മസാക്ഷാത്കാരം നേടിയ യോഗി ഒരിക്കലും ദേഹവുമായി ബന്ധമില്ല. ദേഹാഭിമാനിയല്ല, മറിച്ച് ആത്മാഭിമാനിയാണ്. ആ ദേഹാഭിമാനം ഉണ്ടെങ്കിൽ പിന്നെ സന്യസിച്ചുകൊണ്ട് എന്താ ഫലമുള്ളത്? എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തണം. അപ്പം അതുകൊണ്ട് ആ ആത്മാവ് മാത്രമാണ് സത്യം. അതാണ് സമ്യക്കായിട്ടുള്ള ന്യാസം, സന്യാസം എന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്ന ആ 18ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 19ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.